നമ്മുടെ കേരളക്കാരെ മൊത്തം കാത്തിരുന്ന ആ ദിവസത്തിന് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോസ് വരുമ്പോൾ ഇച്ചിരി താമസിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും തേങ്ങയും പയറും ഏലക്കയും എല്ലാമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹായ്, അപ്പോൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലത്തിന് ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് എനിക്ക് അമ്പലത്തിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രം നോക്കാം. ഇത് നമ്മുടെ അമ്മയുടെ ആറ്റുകാൽ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നമ്മുടെ ശർക്കര പായസം. അപ്പോൾ അത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നമ്മുടെ മാടൻ തമ്പുരാന് പയറവിക്കുക എന്നുള്ളൊരു നേർച്ചയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ വെള്ളപ്പായസം. അത് വെള്ളപ്പായസം എന്ന് വെള്ളപ്പൊങ്കൽ, അതിൽ നമ്മൾ ശർക്കരയൊന്നും ഇടാതെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇഡലി പാത്രമുണ്ട്. അപ്പോൾ ഇഡലി പാത്രം എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ അമ്മയ്ക്കുള്ള വഴിപാടിൽ ഉള്ളതിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ മണ്ടക്കുറ്റും തെരളി. അപ്പോൾ എല്ലാ വർഷവും ഞാൻ 5 തലത്തിൽ പായസം ഇടാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇത്. അപ്പോൾ കഴിഞ്ഞ ഒരു 15 വർഷം കൊണ്ട്, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം 15 വർഷം കൊണ്ട് ഞാനിങ്ങനെ കണ്ടിന്യൂ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പൊങ്കാലിടാൻ ഹൃദയത്തോടെയും ശുദ്ധിയോടെയും നല്ല മനസ്സോടെ പൊങ്കാലിടാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇനി കുറച്ച് വിശേഷമുണ്ട്. അപ്പോൾ അതിന് മുന്നേറ്റ് ഞാൻ വേറൊരു കാര്യം കാണിച്ച് രാവിലെ എണീച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വയണയില ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത്. തെരളിയില എന്ന് പറയും, വയണയില എന്ന് പറയും. അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിൽ അമ്മ എനിക്ക് തന്നു. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്നത് ആരാണെന്ന് അതുകൂടെ കാണിച്ചു തരാം. മുഖമൊക്കെ പൊത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വയനാട്ടിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് ഇന്നത്തെ ഇപ്പോഴത്തെ ജോലി അല്ലാതെ വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ നല്ലതും ചീത്തയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിസിറ്റിംഗ് ആയിരുന്നു അമ്മയുടെ നടയിൽ പോകുക എന്നുള്ളത്. അതും തലേ ദിവസം നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല. സൂചി പോലും കുത്താൻ പറ്റാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ അമ്മയ്ക്ക് വേണ്ടി പടുക്കയൊക്കെ ഒരുക്കി ഒരുപാട് സ്ഥലങ്ങളിൽ അമ്മയെ ഒരുക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചില സമയത്ത് നമുക്ക് ദേവദൂതനെ പോലെ ചില സമയങ്ങളിൽ ചിലവർ വരുമെന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നത്, ഗൗരി. അപ്പോൾ അവൾ അപ്രത്യക്ഷമായിട്ട് എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലത്തിലുണ്ട്. അപ്പോൾ അവൾക്കൊരു പാസ് കിട്ടി. അപ്പോൾ ആ പാസിലൂടെ തന്നെ ഇത്രയും ജനങ്ങൾക്കിടയിലൂടെ അമ്മയെ നന്നായി തൊഴാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എനിക്ക് മോക്കും പിന്നെ ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മയുടെ ഒരു അനുഗ്രഹവും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സപ്പോർട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ചില കാര്യങ്ങളിൽ അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പലവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും കൂടെ ഉണ്ടാവുന്നതും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. എവിടെ നിന്നാണ് വരണത് പൊങ്കാലിടാനായിട്ട്? അതെവിടെയാണ്? കിളിമാഴ. അപ്പോൾ ഇന്നേ വന്നിട്ട് ഇവിടെ തന്നെ സ്റ്റേ ആണ്. ഇതൊക്കെ മരുമോൾ. ഓ, അമ്മായിയാണല്ലേ. അപ്പോൾ എങ്ങനെ പൊങ്കാല പായസം മാത്രമാണ് ഇടുന്നത്? തെരളി മണ്ടപ്പൂറ്റ് എല്ലാം ഇടും. ശരി, അപ്പോൾ നല്ലതുപോലെ ഇടാനായിട്ട് സാധിക്കട്ടെ. ഈ വെയിലത്ത് ഇപ്പം തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവുകയാണ്. ശരി. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ലപോലെ ഇടാൻ സാധിക്കട്ടെ. എവിടെ നിന്നാണ് വന്നത്? എവിടെ? പാരിപ്പള്ളി. പേരെന്തുവാണ്? ബേബി. എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ? 4 വർഷം കൊണ്ട്. എങ്ങനെയുണ്ട് അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാലിടുമ്പോൾ? സന്തോഷമാണ്. സാധിക്കും അല്ലേ? നമ്മുടെ അമ്മയുടെ കാര്യം പറയുമ്പോഴേ നമുക്കൊരു സന്തോഷമാണല്ലേ. എന്തായാലും ഈ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുന്നതിനെല്ലാം പ്രതിഫലം അമ്മയ്ക്ക് എന്തായാലും കിട്ടട്ടെ കേട്ടാ. വിഷമിക്കൊന്നും വേണ്ട, എല്ലാ സന്തോഷത്തോടെ തന്നെ നടക്കും. ശരി, എന്തെങ്കിലും വരുന്നത് നിങ്ങളൊക്കെ? പാരിപ്പള്ളി. ഇപ്പോൾ കുറേ ടീം അപ്പുറത്തും ഉണ്ടായിരുന്നു. എത്ര വർഷം കൊണ്ട് വരുന്നുണ്ട്? 4 വർഷം. അപ്പോൾ എങ്ങനെയുണ്ട് അമ്മയുടെ നടയിൽ ഒന്ന് പൊങ്കാലിട്ട്? സന്തോഷമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ഇവിടെ തന്നെയാണ്? ശരി, ഇവിടെ ഇതൊക്കെ അപ്പോൾ ഇനി നിങ്ങൾ തിരിച്ചെങ്ങനെ പോണേ? ബസ്സിൽ പോകും. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഫുള്ള് ഇടന്നിട്ട് നാളെ വൈകിട്ട് എന്തായാലും രാത്രിത്തോടെ എത്തൂല അവിടെ എത്തുമ്പോൾ? ശരി, അപ്പോൾ എല്ലാവർക്കും 9 മണിയൊക്കെ ആവും. ശരി, അപ്പം നല്ലതുപോലെ നിങ്ങൾക്ക് പൊങ്കാലിടാൻ സാധിക്കട്ടെ. അമ്മ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ. എവിടെ? ശരി, തലേ ദിവസമേ വന്ന് ഇവിടുന്ന് പൊങ്കാലിട്ട്. എങ്ങനെ വന്നത്? രാവിലെ. സ്ഥലം കിട്ടിയില്ലായിരുന്നോ? അമ്മയുടെ നടയിൽ പൊങ്കാലിട്ടിട്ട് എങ്ങനെയുണ്ട്? എത്ര വർഷമായി? നമുക്ക് നല്ല സന്തോഷമല്ലോ. ഓക്കെ, ശരി. നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് അമ്മമാരും പെങ്ങന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ചെന്ന് അവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിക്കുന്നത്. അമ്മ പൊങ്കാലിടാൻ വന്നതല്ലേ? എത്ര വർഷം കൊണ്ട് വരുന്നുണ്ട്? 10 വർഷത്തോടെ. അമ്മയുടെ നടയിൽ പൊങ്കാലിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ പറയാനായിട്ട്? എല്ലാം കൊണ്ട് സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ ഓക്കെ. അപ്പോൾ എന്തായാലും തലേ ദിവസമേ വന്ന് അല്ലേ നാളത്തേക്ക്. എവിടെ നിന്ന് വരുന്നെന്ന് പറഞ്ഞേ? ചേർത്തല. അപ്പം നല്ലതായിട്ട് പൊങ്കാലിടാനായിട്ട് സാധിക്കട്ടെ. അമ്മ അനുഗ്രഹിക്കട്ടെ. വരുന്ന എൻ്റെ എവിടെയാണ്? ഒരുമിച്ചാണിത് മോള്. ഓ, പാലക്കാട് നിന്നാണോ? എങ്ങനെ ആദ്യമായിട്ടാണോ വരുന്നത് ഇവിടെ? ആദ്യമായിട്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു അനുഭവം ആവട്ടെ അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ അമ്മയെ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലത്തുനിന്ന്. ഇപ്പോൾ എത്ര വർഷം കൊണ്ട് വരുന്നുണ്ട്? എല്ലാ വർഷം വരും. നടയിൽ തന്നെയാണ് പൊങ്കാലിടാറ്? ഓ, എവിടെ? അപ്പോഴും കൊല്ലത്തുനിന്ന് വരുവാണ്. ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ? നടയിൽ തന്നെയാണോ വന്നിടുന്നത്? ഇവിടെ അടുത്തായിരുന്നു.
ശരി, അപ്പോൾ നല്ലപോലെ പൊങ്കലിടാൻ സാധിക്കട്ടെ. ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. കാരണം നമുക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓക്കെ, കുഴപ്പമില്ല, എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. തൊഴാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കുകയാണ്. ഇപ്പം പൊങ്കലിടുന്നുണ്ടോ? എത്ര വർഷം കൊണ്ടിടുന്നു? ആദ്യമായിട്ട് അമ്മയുടെ നടയിൽ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? കോട്ടയത്ത് നിന്ന്. ഗുഡ്. അപ്പോൾ എന്തായാലും നല്ലപോലെ ഇടാനായിട്ട് സാധിക്കട്ടെ. അമ്മ അനുഗ്രഹിക്കട്ടെ. തൊഴാൻ നിൽക്കുവാണല്ലേ ക്യൂവിൽ? ശരി. അപ്പം നമ്മൾ ആ തൊഴുത് ഇറങ്ങി വന്നതിൻ്റെ സന്തോഷമാണ് മോനും മോളും കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഷാർജയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നാണ്, പല ജില്ലകളിൽ നിന്നാണ് നമ്മുടെ അമ്മയുടെ നടയിൽ പൊങ്കാല ഇടാനായിട്ട് ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ ഇത് വന്നിട്ട് തെരളി ഇലയൊക്കെ ഞാൻ വന്ന് കഴുകിയൊക്കെ വെച്ചു. അപ്പോൾ ഈ പാത്രം ഞാൻ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നല്ല പാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഒരു 4-5 വർഷം മുന്നേ വാങ്ങിയതാണ്. അത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുകയാണ്. ഇതാ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് പോവുകയാണ്. ഞാൻ വീണ്ടും എൻ്റെ കൂട്ടുകാരിയെ കണ്ടു രാവിലെ. അതും അപ്രത്യക്ഷമായിട്ടാണ് നമ്മൾ കണ്ടത്. വഴിയിൽ ഞങ്ങൾ പോയപ്പോൾ അവളും ഉണ്ടായിരുന്നു. പക്ഷെ അവൾ വേറെ സ്ഥലത്തായിരുന്നു. എന്നാലും അവളെ വഴിയിൽ വെച്ച് കണ്ടു. അങ്ങനെ അവളെയും വെറുതെ വീട്ടിൽ അവളെയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ കിള്ളിപ്പാലത്താണ് ഇരിക്കാറ് എല്ലാ വർഷവും. കഴിഞ്ഞ ഒരു 10 വർഷത്തോളം ഞങ്ങൾ അവിടെയാണ്, കിള്ളിപ്പാലം ആ ഒരു പരിസരത്താണ് ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥലത്ത് എത്താറായി. അപ്പോൾ ചേച്ചിയും ചേട്ടനും അവരെല്ലാവരും ഓട്ടോയിലായിരുന്നു. ഓട്ടോയൊക്കെ നല്ലതുപോലെ അലങ്കരിച്ചു. അമ്മയും അച്ഛനും തൊട്ട് പിറകെ ബൈക്കിലായിരുന്നു. അപ്പോൾ എന്നെ ചേട്ടനാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥലത്തൊക്കെ എത്തി. അവിടെ എത്തിയതിന് ശേഷം ചേട്ടനും അമ്മയും എല്ലാവരും അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയായിരിക്കും അല്ലേ ആറ്റുകാൽ പൊങ്കാല. എല്ലാ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ മനസ്സിൽ. കാരണം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വികാരം, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം. എത്ര ദുഃഖം ഉണ്ടെങ്കിലും എല്ലാം മറന്ന് വെയിലോ മഴയോ എന്നൊന്നുമില്ലാതെ എല്ലാം നല്ല സന്തോഷത്തിൽ പോകുന്നൊരു ദിവസമാണല്ലേ. അപ്പോൾ എന്തായാലും ഈ കൊല്ലം എനിക്ക് ചേട്ടൻ എല്ലാത്തിനും ഹെൽപ്പൊക്കെ ചെയ്ത് തന്നു. തെരളിയും മണ്ടപ്പുറ്റുമൊക്കെ നല്ലതുപോലെ റെഡിയാക്കിയൊക്കെ തന്നു. അവിടെ അച്ഛൻ അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ അച്ഛനാണ് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ചേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് ചേട്ടൻ റെഡിയാക്കി തന്നു. പിന്നെ ഇത് അമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ കുഞ്ഞമ്മ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞമ്മയുടെ മോനും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെരളിയും മണ്ടപ്പുറ്റും പായസവും പയറും നമ്മുടെ വെള്ള പൊങ്കലുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 5 ഐറ്റം. അപ്പോൾ അതിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു. തെരളിയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് മണ്ടപ്പുറ്റിനുള്ളത്. അപ്പം ഈ നമ്മൾ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ കഴുത്തിന് മേളിൽ തലയ്ക്ക് നമ്മുടെ അതിന് വേണ്ടിയിട്ടാണ്, തലയോട് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നേർച്ച വഴിപാട് ചെയ്യാറുള്ളത്. അപ്പോൾ ഒട്ടുമിക്കവരും അത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ തെരളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് എൻ്റെ ഒരു ചേച്ചിയാണ്, ഇത് മാമൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവരിപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അവരും നല്ല രീതിയിൽ മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ രാവിലെ എത്തി കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇരുന്ന് ഇതൊക്കെയാണ് റെഡിയാക്കി വെക്കുക. രാവിലെ 9:45 നമ്മളെ ഭണ്ഡാരടുപ്പിൽ തീ കത്തിക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞമ്മയുടെ മോനാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ തെരളിയും മണ്ടപ്പുറ്റുമൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കുന്നതിൻ്റെ ധൃതിയിലാണ്. അപ്പോൾ ചേട്ടനടുത്ത് മണ്ടപ്പുറ്റ് റെഡിയാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കഥ ശരിയായിട്ട് നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല കാണാൻ പോകും. അപ്പം നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നേരം വെളുത്തതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടെന്ന് മനസ്സിലായത്. കാരണം അത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോവും. പിന്നെ തൊട്ടടുത്ത് അമ്പലങ്ങളുണ്ട്. അപ്പം ഞങ്ങളിരുന്നത് കിള്ളിപ്പാലത്താണ്. അപ്പോൾ തൊട്ടടുത്ത് മുത്താരമ്മൻ കോവിലും ഒരു ശിവക്ഷേത്രവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി തൊഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ക്യൂവിൽ നിന്നൊരു ടീച്ചറാണ്. ഇത് നമ്മുടെ കിള്ളിപ്പാലത്തിൻ്റെ നടു റോട്ടിൽ അപ്പുറവും ഇപ്പുറമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ലാത്ത രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഞാൻ അവരെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് ഓഡിയോ ഇടാൻ സാധിക്കുന്നില്ല, കാരണം അവിടെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഓഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് മുത്താരമ്മ കോവിലിൽ ചെന്ന് തൊഴുതു. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരുടെ കാര്യം പറയേണ്ടതില്ല. പിന്നെ വരുന്ന വഴിക്ക് തന്നെ കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഫുഡ്, ഇഡ്ഡലി, സാമ്പാർ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെയൊക്കെ കയറി തൊഴുതിന് ശേഷം വീണ്ടും നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം മാമിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ. ആദ്യത്തെ വർഷമാണ് പറഞ്ഞത്. എവിടെ നിന്നാണ് വരണേ? പാലക്കാട്. അമ്മ ഇത് നമ്മുടെ സ്വന്തം ആളാണ്. ഇവിടെ എത്ര നാളുകൊണ്ട് പൊങ്കാലയ്ക്ക് വരുന്നു? വർഷം കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നതൊക്കെ. അതുകൊണ്ട് കൊച്ചിലെ തൊട്ടേ എനിക്ക് ഞങ്ങളുടെ അമ്മ കൊണ്ടുപോയി ഞങ്ങൾക്കറിയാം. പിന്നെ ഇപ്പോഴും ഞങ്ങൾ സെപ്പറേറ്റ് ഫാമിലി ആയപ്പോഴത്തേക്ക് ഞാൻ വരുന്നുണ്ട്. നാളുകൊണ്ട് പൊങ്കാല ഇടുന്നു. 3 വർഷങ്ങളുണ്ട്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇരിക്കാറ്? പിന്നെ എവിടെയാണ് ഇരിക്കുന്നത്? അമ്മ തൊട്ടില്ല, അവിടെ എവിടെ വീട്? എവിടെ നിന്നാണ് വരണേ? കാട്ടാക്കട. എവിടെ നിന്നാണ് വരണേ? ബാലരാമപുരം. ഇപ്പം എത്ര വർഷം കൊണ്ട് വരണുണ്ട്? ഒരുപാട് വർഷം. എല്ലാ വർഷവും ഇവിടെയാണ് ഇരിക്കാറ്? പൊങ്കാലിട്ട് എന്തെങ്കിലും അനുഭവം പറയാനായിട്ടുണ്ടോ? ശരി. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും പൊങ്കാലിടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ? നമ്മൾ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വരും. അതെ. അപ്പോൾ ഈ വർഷവും നല്ലതായിട്ട് പൊങ്കാലിടാനായിട്ട് അമ്മ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഞാനൊരു സോറി പറയുകയാണ്, കാരണം നിങ്ങളുടെ വോയിസ് എനിക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പുറകിൽ പാട്ട് കേൾക്കുന്നതുകൊണ്ട് ഒട്ടും ക്ലിയർ ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ 4 പേരും നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. അവർ 3-4 വർഷം കൊണ്ട് അവിടെ പൊങ്കാല ഇടുവാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് പൊങ്കാല ഇടുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. പൊങ്കാല ഇടുന്നതിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും, ഉറപ്പായിട്ട് സാധിക്കും എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ സ്ഥലങ്ങളിലും പല പല രീതിയിലാണ് പടുക്കയൊക്കെ വെക്കുന്നത്. അപ്പം നമ്മളും ചെറിയ രീതിയിൽ നമ്മളും എത്ര വർഷം കൊണ്ട് വരുന്നു ഇവിടെ പൊങ്കാലയ്ക്ക്? 2-3 വർഷം കഴിഞ്ഞോട്ട് വരുന്നു. ഓ വാവ്. നിങ്ങളുടെ പേര് എന്താണ്? ഉമാദേവ. ഇവിടെ എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ പൊങ്കാല ഇടുന്നത്? ഷൂട്ട് ചെയ്യുന്നൊരു തൊമ്മയുണ്ടോ? ആ തൊമ്മയുടെ കൂടെയാണ്. ഓ വാവ്, നൈസ്. സോറി, പേരാണുള്ള താങ്കളുടെ? എത്ര വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നു? ഞാനോ? ഇപ്പം കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയതിനു ശേഷം ഒരു 15 വർഷം കൊണ്ട് സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അതുവരെ കുഞ്ഞുനാളിൽ തൊട്ട് അമ്മയുടെ ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു 30-35 വർഷം കൊണ്ട് ഞാൻ മുടങ്ങാതെ ഇങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോള് വന്ന് എന്നോടും ചോദിച്ചു. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് അവൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ എന്തായാലും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുപ്പ് കത്തിക്കാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിടുക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ സൂര്യൻ തലയ്ക്ക് ഉച്ചിയിൽ തന്നെ വന്ന് ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്കതൊന്നൊരു വിഷയമല്ല. വർഷത്തിൽ ഒരു ദിവസം തന്നെ അത് നമുക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും സന്തോഷത്തോടെ മനസ്സോടെ ഇടുന്ന പൊങ്കാലയാണ്. അപ്പോൾ അതിൽ വെയിലോ മഴയോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഭണ്ഡാര അടുപ്പിൽ തീ കത്തിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു.
അപ്പോൾ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ പകർന്ന് ഓരോരോ അടുപ്പിലോട്ട് പകരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ചെന്ന് കത്തിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും എല്ലാവരും കത്തിച്ച് എല്ലാം റെഡിയാക്കി. അപ്പോൾ ഞാൻ എല്ലാ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും എല്ലാ രീതിയിലും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുപ്പിൽ തീ കത്തിച്ചു. അപ്പോൾ എൻ്റെ അടുപ്പിൽ നിന്ന് ബാക്കി അങ്ങോട്ടും എല്ലാവരും തീ പകർന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ പൊങ്കാല നല്ല രീതിയിൽ തന്നെ പോകാൻ സാധിക്കട്ടെ. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി അടുപ്പെല്ലാം കത്തിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കഴിഞ്ഞ ഒരു 4-5 കൊല്ലം കൊണ്ട് അച്ഛനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛന് അമ്മയ്ക്ക് നമുക്കും എല്ലാവർക്കും നല്ലൊരു ഹെൽപ്പാണ് അച്ഛൻ എല്ലാ കാര്യത്തിനും. ഫസ്റ്റ് അപ്പോൾ അച്ഛനെ കൊണ്ട് അമ്മ അരിയൊക്കെ ഇടിയിപ്പിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനയാണല്ലോ. അങ്ങനെ ചേച്ചിയും ആരിയൊക്കെ ഇട്ടു. പിന്നെ എനിക്ക് പായസത്തിന് മോളാണ് ഇട്ടത്. അപ്പോൾ അവളെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ അടുത്ത് ഇടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ എൻ്റെ മോൻ ബാക്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. എനിക്കും കൊണ്ട് തന്നു മോൻ. ഓൾറെഡി എൻ്റെ തൊണ്ടയെല്ലാം പോയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മുന്നത്തെ പോലത്തെ വോയിസിലല്ല ഇപ്പോഴത്തെ എൻ്റെ വോയിസ്. കാരണം ഇതുവരെ സൗണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു തെരളി, മണ്ടപ്പുറ്റ്, നമ്മുടെ വെള്ളച്ചോറ്, പൊങ്കലാണ്. അത് കഴിഞ്ഞ് മാടന് വേണ്ടി പയർ അവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ശർക്കര പായസം. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ുള്ള സമയമൊക്കെ ആയിക്കൊണ്ട് വരുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്നദാനം. അപ്പോൾ ആ ചോറിൽ നമുക്ക് ലഡു ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചോറിൻ്റെ കൂടെ ലഡു കിട്ടുന്നത്. അപ്പോൾ പിന്നെ ചേട്ടനും മക്കളും ഒക്കെ വന്ന് നമ്മളെ വിളിക്കാനായിട്ട്. അപ്പോൾ പിന്നെ വന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ മാമൻ്റെ മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, കസിന്. അപ്പോൾ എല്ലാവരും നമ്മുടെ നേദിക്കാനുള്ള ഇതെല്ലാം റെഡിയാക്കിയൊക്കെ വെക്കണം. അപ്പോൾ ഞാനതൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെ കസിനാണ്. അപ്പോൾ എല്ലാം എൻ്റെ അനിയന്മാരാണ്. പക്ഷേ ഇവന്മാരെല്ലാം നല്ല പൊക്കവും ഹൈറ്റൊക്കെ ഉണ്ട്. അതാണ് ഞാനിങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വരും തലമുറയിലുള്ള നമ്മുടെ കസിൻസൊക്കെയാണ്. അപ്പം ഇനി ഇവരെല്ലാവരും, ഒരാൾ മാത്രമാണ് കല്യാണം കഴിഞ്ഞത്, പഠിക്കുന്നവരുണ്ട്, കല്യാണം ആയിരിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ നിവേദിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇനി നമ്മൾ ഒരു വർഷത്തേക്ക് ഇനിയും നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇനി എല്ലാവരും അടുത്ത വർഷമാണ് ഇനി എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ ബായ് ഒക്കെ പറഞ്ഞ് യാത്ര പറയുകയാണ്. അപ്പോൾ നമ്മുടെ പൂരപ്പറമ്പ് ഒഴിഞ്ഞതുപോലെ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെയും ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പോടുകൂടി തന്നെ എല്ലാവരും മടങ്ങുകയാണ്. പിന്നെ ഞാനും ചേച്ചി അമ്മയും എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സാണ്. അപ്പോൾ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്, നമ്മളെ യൂണിഫോം പോലെയാണ് എല്ലാവരും ഡ്രസ്സുകൾ ധരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരക്ക് കണ്ടാൽ തന്നെ അറിയാം, സൂചി കുത്താൻ ഇടം പോലും ഇല്ലാതെയാണ് വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ മോൻ വന്നായിരുന്നു എന്നെ വിളിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടി അമ്മയുടെ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പൊങ്കാല ഇട്ടവരെല്ലാം താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.